So let us try to solve question number 29. 29th question. Definite integrals അല്ലെങ്കിൽ area under curve. Applications of integrals എന്നുള്ള question ആണ്. The area of the region enclosed by the parabola x minus 2 whole square is equal to y plus 1. Sorry, x minus 1. Y minus 2 whole square equal to x minus 1. Yes. ഇത് y square is equal to 4ax type പാരബോളയാണ്. But it's a shifted version. അതിന്റെ സെന്റർ സാധാരണഗതിയിൽ y square equal to 4axന്റെ വേർട്ടെക്സ് അറ്റ് ഒറിജിനലാണ് ഉണ്ടാവുക. ഇയാളുടെ വേർട്ടെക്സ് 1, 2ലാണ്. അപ്പോൾ 1, 2 വേർട്ടെക്സ് വരുന്ന പോലെ നമുക്ക് ഈ പാരബോളയിൽ നിന്ന് വെറുതെ ഇങ്ങനെ വരച്ചു വെക്കാം. Somewhere here is the point 1, 2. And x minus 2y plus 4 equal to 0 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇത് രണ്ടും കൂടി ഉണ്ടാക്കുന്ന ഏരിയ ആണ്. സോ ഇതിനെ നമുക്കൊന്ന് ഡബിൾ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഇന്റർസെപ്റ്റുകൾ വരിക എന്ന് മനസ്സിലാവും. സോ x minus 2y is equal to minus 4 ഡിവൈഡ് ചെയ്താൽ x by minus 4 plus y by 2 is equal to 1. X intercept is minus 4 and y intercept is 2. ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ ഇത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഏതാണെന്ന് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ x is equal to 2y minus 4 എന്ന് എടുക്കാം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we can have y minus 2 whole square is equal to x ന് പകരം 2y minus 4 ഒരു മൈനസ് 1 കൂടെ ചെയ്യുമ്പോൾ 2y minus 5. ഇത് എക്സ്പാൻഡ് ചെയ്താൽ y square minus 4y plus 4 is equal to 2y minus 5. ഇതെല്ലാം കൂടി LHSലേക്ക് എടുത്താൽ y square minus 6y plus 9 equal to 0. വളരെ സിമ്പിളാണ്. y minus 3 whole square പെർഫെക്റ്റ് സ്ക്വയർ ആണ്. This is equal to 0 അഥവാ y equal to 3 എന്ന് വെച്ചാൽ ഇത് ടാൻജന്റ് ആണ്. ഇതിങ്ങനെ കട്ട് ചെയ്തല്ല പോവുക, ഇങ്ങനെ ടാൻജന്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞൻ ട്രയാങ്കിൾ, ഈ പോയിന്റിന്റെ y കോർഡിനേറ്റ് 3 ആണല്ലോ. x കോർഡിനേറ്റ് 3 എന്ന് പറയുന്നത് ഇവിടെ കൊടുത്താൽ മതി. y കോർഡിനേറ്റ് 3 ഇവിടെ കൊടുക്കുമ്പോൾ 2 × 3 6 2 2 3. യെസ്. അപ്പോൾ x കോർഡിനേറ്റ് 2 ആയതുകൊണ്ട് ഈ ലെങ്ത് 2 ആണ്. y കോർഡിനേറ്റ് 3 ആയതുകൊണ്ട് ഇത് ടോട്ടൽ, പക്ഷേ ഇവിടെ 2 ആണ്. അപ്പോൾ ഈ ലെങ്ത് 1 ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ അതിൽ നിന്ന് കട്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ ഇന്റഗ്രൽ x dy അലോങ് ദി y ആക്സിസ് ആയതുകൊണ്ട് ഇന്റഗ്രൽ x dy ചെയ്യാം ഓഫ് ദി പാരബോള. ഇവിടെ 0 മുതൽ y കോർഡിനേറ്റ് 3 ആയതുകൊണ്ട് 3 വരെ നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ പോയിന്റ് 3 ആണ്. യെസ്. So let us use the formula. Area is equal to integral 0 to 3 x dy. x എന്ന് പറയുന്നത് y minus 2 whole square plus 1 all into dy ആണ്. മൈനസ് ഇവിടെ കുഞ്ഞൻ ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH. ഇതിന്റെ ബേസ് 1ഉം ഹൈറ്റ് 2ഉം ആണ്. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 1. ഇന്റഗ്രൽ 0 to 3 ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ y സ്ക്വയർ minus 4y plus 4 plus 1 is plus 5 dy minus 1. ഓരോരോ ടേംസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രൽ y സ്ക്വയർ dy y ക്യൂബ് ബൈ 3 to the limit 0 to 3 minus integral 4y square by 2 to the limit 0 to 3 plus 5y to the limit 0 to 3 minus 1. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 27/3 9, ലോവർ ലിമിറ്റ് 0. ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 9, ലോവർ ലിമിറ്റ് 0. 9 into 2 minus 18 plus 15 minus 1. അപ്പം 9 plus 15 24 വരും. minus 18 minus 1 minus 19 വരും. 24 minus 19 equal to 5 square units is the required area. 5 എന്നാണ് ഇതിന് ആൻസർ കൊടുക്കേണ്ടത്. ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഇത് ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 5 എന്നാണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഡയറക്റ്റ് രീതിയാണ് അത്. ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് കർവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കർവുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ അതിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പാരബോളയാണ് തന്നത്. y സ്ക്വയർ ഈക്വൽ ടു 4ax. ഷിഫ്റ്റഡ് ആണ്. വെർട്ടെക്സ് ഒറിജിനിൽ ഇരിക്കുന്നതിന് പകരം 1, 2ലേക്ക് ഒന്ന് മാറ്റി വെച്ചു. സ്ട്രെയിറ്റ് ലൈൻ പാരബോളായിട്ട് സോൾവ് ചെയ്യുക. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക. പാരബോളേനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുക. ഏരിയ അലോങ് ദി y ആക്സിസ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ആ ട്രയാങ്കിൾ കട്ട് ചെയ്ത് മാറ്റുക. ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ.